Hi students, Assalamu alaikum. Welcome to Social Science class. നമ്മൾ കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് നമ്മുടെ 4th ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. 4th ചാപ്റ്റർ അവർ ഗവൺമെൻറ് ആണ്. നമ്മൾ അവർ ഗവൺമെൻറ്റിൽ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത് ഓർക്കുന്നുണ്ടോ? ഇതുവരെയുള്ള നോട്ട്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് കുറേ ആളുകളൊക്കെ മിസ്സിന് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. കുറച്ച് ആളുകൾ കൂടി സെൻഡ് ചെയ്യാനുണ്ട്, അവരും കൂടെ സെൻഡ് ചെയ്ത് തരിക. ഓക്കെ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? വാട്ട് ആർ ദ ഓർഗൻസ് ഓഫ് ഗവൺമെൻറ്, പിന്നെ കമ്പയർ ബിറ്റ്വീൻ രാജ്യസഭ ആൻഡ് ലോക്സഭ, ഫങ്ഷൻസ് ഓഫ് പാർലമെൻറ്റ് അല്ലേ. അത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. നമുക്കിന്ന് കുറച്ച് പുതിയ ഭാഗങ്ങളൊക്കെ നോക്കാം. ഫസ്റ്റ് നമുക്കൊരു പിക്ചർ നോക്കിയാലോ. ആരുടെ പിക്ചറാണത്? ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ആരായിരുന്നു ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? യെസ്, ആരും ഒരാൾ ഉത്തരം പറഞ്ഞല്ലോ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അങ്ങനെയാണെങ്കിൽ ഹു ഈസ് ദ പ്രസന്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ? ആരാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ഇന്ത്യയുടെ? പറഞ്ഞു, ആരാണ്? രാംനാഥ് കോവിന്ദ്. അപ്പോൾ നമുക്ക് പ്രസിഡന്റിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് പ്രസിഡന്റിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാവുന്നത്? പ്രസിഡന്റിൻ്റെ ഫങ്ഷൻസും പ്രസിഡന്റിനെ ആരാണ് എലക്ട് ചെയ്യുന്നത്, അതുപോലെ പ്രസിഡന്റിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്കറിയാം. നിങ്ങൾക്കറിയാമോ? ഇല്ല. അപ്പോൾ അറിയാത്തവർക്കായിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്കിന്ന് നോക്കാം. ഓക്കെ, പ്രസിഡന്റിൻ്റെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രസിഡന്റ് ആവാൻ വേണ്ട യോഗ്യത എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. എന്തൊക്കെയാണ് പ്രസിഡന്റ് ആവാൻ വേണ്ട യോഗ്യത? മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഒരു പൗരനായിരിക്കണം ആര്? പ്രസിഡന്റ് ആവാൻ വേണ്ടി മത്സരിക്കുന്ന വ്യക്തി. ഓക്കെ, ദെൻ ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് 35 ഇയേഴ്സ് ഓഫ് ഏജ് അല്ലേ. നമുക്കിപ്പോൾ ഇന്ത്യയിൽ വോട്ടവകാശം 18 വയസ്സ് മുകളിലുള്ള ആളുകൾക്കാണ്. അപ്പോൾ അതുപോലെ ഓരോ എലക്ഷനിൽ പങ്കെടുക്കുന്ന ആളുകൾക്കും അതിൻ്റെതായ പ്രായപരിധിയുണ്ട്. അപ്പോൾ അതുപോലെ ഇന്ത്യൻ പ്രസിഡന്റ് ആവാൻ വേണ്ടി മത്സരിക്കുന്ന വ്യക്തിക്ക് വേണ്ട പ്രായപരിധി എത്രയാണ്? ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് 35 ഇയേഴ്സ് ഓഫ് ഏജ്. 35 വയസ്സ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാണ് എന്ത് ചെയ്യാനുള്ള അധികാരം? മത്സരിക്കാനുള്ള, പ്രസിഡന്റ് ആവാൻ വേണ്ടി മത്സരിക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കുക. ദെൻ ഷുഡ് ഹാവ് ഓൾ അതർ ക്വാളിഫിക്കേഷൻസ് റിക്വയർഡ് ഫോർ എ മെമ്പർ ഓഫ് ലോക്സഭ. അതുപോലെ തന്നെ ലോക്സഭ മെമ്പർ ആവാൻ വേണ്ടി മത്സരിക്കുന്ന വ്യക്തിക്ക് വേണ്ട എല്ലാ ക്വാളിഫിക്കേഷൻസും ആർക്കുണ്ടായിരിക്കണം? ഇന്ത്യൻ പ്രസിഡന്റ് ആവാൻ വേണ്ടി മത്സരിക്കുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. അതായത് ക്രിമിനൽ കേസുകളിലൊന്നും പെടാത്ത വ്യക്തിയായിരിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ പാലിച്ചു പോകുന്ന ഒരാൾക്ക് മാത്രമാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക, ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ ഇലക്ഷനിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. ദെൻ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ദ ഹെഡ് ഓഫ് ദ ഇന്ത്യൻ റിപ്പബ്ലിക്. ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ഹെഡാണ് ആര്? ഇന്ത്യയുടെ പ്രസിഡന്റ്. ഓക്കെ, ഹി ഈസ് എലക്റ്റഡ് ബൈ an electoral college for a term of 5 years. എത്ര വർഷത്തേക്കാണ് ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്? He is elected by an electoral college for a term of 5 years. 5 വർഷത്തേക്കാണ് ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ അതിലൊരു വേർഡ് പറഞ്ഞു, ഇലക്ട്രൽ കോളേജാണ് എലക്ട് ചെയ്യുന്നത് അല്ലേ. എന്താണ് ഇലക്ട്രൽ കോളേജ് കൺസിസ്റ്റ് ചെയ്യുന്നത്? ഒരു പ്രത്യേക തിരഞ്ഞെടുപ്പിനുള്ള ഒരു സമിതി തന്നെയുണ്ട് ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ. ആരൊക്കെയാണ് അതിൽ പെടുന്നത്? ഇലക്ട്രൽ കോളേജ് കൺസിസ്റ്റ് ഓഫ് ആരൊക്കെയാണെന്ന് നോക്കിയാലോ. ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് ആരെല്ലാം ചേർന്നിട്ടാണ്? ഇലക്ട്രൽ കോളേജ് കൺസിസ്റ്റ് ഓഫ് എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ലോക്സഭ. നമ്മൾ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കുന്ന എല്ലാ അംഗങ്ങൾക്കും ആരെ തിരഞ്ഞെടുക്കാൻ ഉള്ള അധികാരമുണ്ട്? ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ. രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങൾക്കും ആരെ തിരഞ്ഞെടുക്കാം? ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാം. അതുപോലെ മൂന്നാമതായിട്ട് എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക്, സംസ്ഥാന നിയമ നിർമ്മാണ സഭയിലുള്ള എല്ലാ അംഗങ്ങളും കൂടിയാണ് ആരെ തിരഞ്ഞെടുക്കുക? ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുക. അപ്പം നമുക്ക് ഒന്നുകൂടെ പറയാം, ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് ഒരു ഇലക്ട്രൽ കോളേജാണ്. 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രൽ കോളേജിൽ ആരെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? ഫസ്റ്റ് വണ് elected members of Lok Sabha, second one elected members of
രാജ്യസഭ. തേർഡ് വൺ എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്. ക്ലിയർ ആയോ? ഓക്കെ. ഓൾ ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ അധികാരങ്ങളും, എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള എല്ലാ അധികാരങ്ങളും ആർ വെസ്റ്റഡ് വിത്ത് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. എല്ലാ അധികാരങ്ങളും എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യനിർവഹണ വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പവേഴ്സും ആരിലാണ് വെസ്റ്റ് ചെയ്തിട്ടുള്ളത്? വെസ്റ്റഡ് വിത്ത് ദി പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ പ്രസിഡന്റിലാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. ബട്ട് ഹി പെർഫോംസ് ഹിസ് ഫങ്ഷൻസ് വിത്ത് ദ സപ്പോർട്ട് ആൻഡ് ആക്റ്റീവ് സപ്പോർട്ട് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഓർ അഡ്വൈസ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. ഇന്ത്യൻ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ, അതായത് മന്ത്രിമാരുടെ സമിതിയുടെ സപ്പോർട്ടോട് കൂടിയിട്ടും അതുപോലെ തന്നെ അഡ്വൈസോട് കൂടിയിട്ടുമാണ് പെർഫോം ചെയ്യുന്നത്. ഇന്ത്യൻ പ്രസിഡന്റ് സപ്പോർട്ട്സ് ഓർ പെർഫോംസ് ഹിസ് ഫങ്ഷൻസ് വിത്ത് ദ സപ്പോർട്ട് ആൻഡ് അഡ്വൈസ് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. നമ്മളിപ്പോൾ പറഞ്ഞത് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ എലക്ഷൻ, അതായത് ഇലക്ട്രൽ കോളേജിൽ ആരെല്ലാം കൺസിസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇനി ആരാണ് നമ്മുടെ പ്രസന്റ് പ്രസിഡന്റ്? യെസ്, രാംനാഥ് കോവിന്ദ്. ഓക്കെ. ദെൻ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പ്രസിഡന്റ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിനുള്ള ഫങ്ഷൻ എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ത്യൻ പ്രസിഡന്റിൽ നിക്ഷിപ്തമായിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ് നോക്കിയാലോ? യെസ്, ഫസ്റ്റ് വണ്ണാണ് അപ്പോയിൻറ്റ് പ്രൈം മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ്. പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നു, അതുപോലെ മറ്റു മന്ത്രിമാരെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? ഇന്ത്യൻ പ്രസിഡൻ്റാണ്. ഫസ്റ്റ് പോയിന്റ് അപ്പോയിൻറ്റ് പ്രൈം മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ്. സെക്കൻഡ് വൺ അപ്പോയിൻറ്റ് ചീഫ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജസ് ഓഫ് ദി സുപ്രീം കോർട്ട്. അപ്പോൾ ചീഫ് ജസ്റ്റിസിനെയും അതുപോലെ സുപ്രീം കോടതിയിലെ മറ്റ് ജഡ്ജിമാരെ എല്ലാം നിയമിക്കുന്നത് ആരാണ്? ഇന്ത്യൻ പ്രസിഡൻ്റാണ്. അപ്പോയിൻറ്റ് ചീഫ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജസ് ഓഫ് ദി സുപ്രീം കോർട്ട്. തേർഡ് പോയിന്റ് നോമിനേറ്റ് 12 മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ആൻഡ് 2 മെമ്പേഴ്സ് ഓഫ് ലോക്സഭ. നമ്മൾ ലോക്സഭയും രാജ്യസഭയും നോക്കിയപ്പോൾ പറഞ്ഞിരുന്നു, രാജ്യസഭയിലേക്ക് പ്രസിഡൻ്റാണ് 12 മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ ലോക്സഭയിലേക്ക് 2 മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്നതും ആരാണ്? പ്രസിഡൻ്റാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മെമ്പേഴ്സിനെ 12 മെമ്പേഴ്സിനെ രാജ്യസഭയിലേക്കും ലോക്സഭയിലേക്ക് 2 മെമ്പേഴ്സിനെയും നോമിനേറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. തേർഡ് ഫങ്ഷനാണത്. ദെൻ ഫോർത്ത് ഫങ്ഷൻ എന്താണ് പ്രസിഡൻറ്റിൻ്റെ? ഗിവ് അസെൻറ്റ് ടു ബിൽസ് പാസ്ഡ് ബൈ ദി പാർലമെൻറ്റ്. പാർലമെൻറ്റ് പാസ്സാക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നത് ആരാണ്? ഇന്ത്യൻ പ്രസിഡൻ്റാണ്. ഓക്കെ, ഗിവ് അസെൻറ്റ് ടു ബിൽസ് പാസ്ഡ് ബൈ ദി പാർലമെൻറ്റ്. പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ. ദെൻ നെക്സ്റ്റ് ഫങ്ഷന് ഡിക്ലെയർ എമർജൻസി ഇൻ ദ കൺട്രി ഇഫ് നീഡഡ്. രാജ്യം അടിയന്തരാവസ്ഥ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് പ്രഖ്യാപിക്കുന്നത് ആരായിരിക്കും? അടിയന്തരാവസ്ഥ സിറ്റുവേഷൻ, എമർജൻസി സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ, രാജ്യം ആവശ്യമായിട്ടുള്ള സിറ്റുവേഷനിൽ എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രഖ്യാപിക്കുന്നത് ഇന്ത്യൻ പ്രസിഡൻ്റാണ്. ഓക്കെ. ദെൻ ലാസ്റ്റ് പോയിന്റ് എന്താണ്? ടേക്ക് ഡിസിഷൻ ഓൺ മേഴ്സി പെറ്റീഷൻസ്. ദയാഹർജിയിൽ തീർപ്പ് കൽപ്പിക്കുക. സുപ്രീം കോടതിയിലൊക്കെ എത്തുന്ന ദയാഹർജികളുണ്ടാവും. ആ ഹർജിയിലൊക്കെ അവസാനത്തെ തീർപ്പ് കൽപ്പിക്കുന്നത് ആരായിരിക്കും? ഇന്ത്യൻ പ്രസിഡൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ ഫങ്ഷൻസ് നോക്കാം അല്ലേ. ഒന്നുകൂടെ പറയാം. അപ്പോയിൻറ്റ് പ്രൈം മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ്. സെക്കൻഡ് വൺ അപ്പോയിൻറ്റ് ചീഫ് ജസ്റ്റിസ് ആൻഡ് ജഡ്ജസ് ഓഫ് ദി സുപ്രീം കോർട്ട്. തേർഡ് വൺ nominate 12 members of Rajya Sabha and 2 members of Lok Sabha. Fourth one, act as the supreme commander of armed force. Act as the supreme commander of armed force. Then act as the supreme commander of armed force എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ
സൈന്യാധിപനാണ്. സൈന്യത്തിൻ്റെ എല്ലാം തലവനാണ് ആര്? ഇന്ത്യൻ പ്രസിഡന്റ്. ദെൻ ഗിവ് അസെന്റ് ടു ബിൽസ് പാസ്ഡ് ബൈ ദി പാർലമെൻറ്റ്. പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ബില്ലുകൾക്ക് അംഗീകാരം നൽകുന്നത് ആരായിരിക്കും? ഇന്ത്യൻ പ്രസിഡൻ്റാണ്. ദെൻ ഡിക്ലെയർ എമർജൻസി ഇൻ ദ കൺട്രി ഇഫ് നീഡഡ്. രാജ്യത്ത് അടിയന്തരാവസ്ഥ ആവശ്യമായി വന്നിട്ടുണ്ടെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആരാണ്? ഇന്ത്യൻ പ്രസിഡൻ്റാണ്. ദെൻ ടേക്ക് ഡിസിഷൻ ഓൺ മേഴ്സി പെറ്റീഷൻസ്. ദയാ ഹർജികളിൽ തീർപ്പ് കൽപ്പിക്കുന്നതും ഇന്ത്യൻ പ്രസിഡൻ്റാണ്. ഇനി നമ്മൾ നോക്കുന്നത് ഇപ്പോൾ പ്രസിഡൻറ്റും പ്രസിഡൻറ്റിൻ്റെ ഇലക്ട്രൽ കോളേജ് അതുപോലെ തന്നെ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ നോക്കുന്നത് വൈസ് പ്രസിഡൻ്റാണ്. പ്രസിഡൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈസ് പ്രസിഡൻറ്റിനെയാണ് നമ്മൾ നോക്കുന്നത്. വൈസ് പ്രസിഡൻറ്റ് ആരാണ് ഇപ്പോഴത്തെ വൈസ് പ്രസിഡൻറ്റ്? പറഞ്ഞു, ഒരാൾ പറഞ്ഞു അല്ലേ, എം വെങ്കയ്യ നായിഡു. ആരായിരുന്നു ഫസ്റ്റ് വൈസ് പ്രസിഡൻറ്റ്? യെസ്, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഓക്കെ. ബിസൈഡ്സ് ദ പ്രസിഡൻറ്റിന് പുറമെ ഇന്ത്യ ഹാസ് എ വൈസ് പ്രസിഡൻറ്റ് ആസ് വെൽ. ഇന്ത്യയിൽ വൈസ് പ്രസിഡൻറ്റും ഉണ്ട് അല്ലേ. ദ വൈസ് പ്രസിഡൻറ്റ് ഈസ് ആൾസോ എലക്റ്റഡ് ബൈ ആൻ ഇലക്ട്രൽ കോളേജ്. നമ്മൾ പ്രസിഡൻറ്റിനെ എലക്ട് ചെയ്ത പോലെ തന്നെ വൈസ് പ്രസിഡൻറ്റിനെയും ഒരു ഇലക്ട്രൽ കോളേജാണ് എലക്ട് ചെയ്യുന്നത്. ദ മെമ്പേഴ്സ് ഓഫ് ലോക്സഭ ആൻഡ് രാജ്യസഭ ആർ മെമ്പേഴ്സ് ഓഫ് ദിസ് ഇലക്ട്രൽ കോളേജ്. ഈ വൈസ് പ്രസിഡൻറ്റിനെ എലക്ട് ചെയ്യുന്ന ഇലക്ട്രൽ കോളേജിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രസിഡൻറ്റിനെ എലക്ട് ചെയ്യുമ്പോൾ ഉള്ള ഇലക്ട്രൽ കോളേജിൽ പറഞ്ഞ പോലെ തന്നെ എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ലോക്സഭയും അതുപോലെ എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭയും ചേർന്ന് തന്നെയാണ് ആരെയും സെലക്ട് ചെയ്യുന്നത്? ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റിനെയും സെലക്ട് ചെയ്യുന്നത്. ഹീ ഈസ് സെലക്റ്റഡ് ഫോർ എ ടേം ഓഫ് 5 years. ഇനി വൈസ് പ്രസിഡൻറ്റിനെ എത്ര കാലത്തേക്കാണ്, എത്രയാണ് അദ്ദേഹത്തിൻ്റെ കാലാവധി? 5 വർഷം തന്നെയാണ് അല്ലേ. വൈസ് പ്രസിഡൻറ്റിൻ്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. പ്രസിഡൻറ്റിൻ്റെ ഫങ്ഷൻ പോലെ തന്നെ വൈസ് പ്രസിഡൻറ്റിനും ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്, ഫങ്ഷൻസ് ഉണ്ട് അല്ലേ. വൈസ് പ്രസിഡൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയായിരിക്കാം? പ്രസിഡൻറ്റിന് ഒരുപാട് ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ വൈസ് പ്രസിഡൻറ്റിന് എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ടായിരിക്കാം? അതെ, പെർഫോംസ് ദ ഫങ്ഷൻസ് ഓഫ് ദി പ്രസിഡൻറ്റ് ഇൻ ഹിസ് ആബ്സെൻസ്. പ്രസിഡൻറ്റിൻ്റെ ആബ്സെൻസിൽ പ്രസിഡൻറ്റിൻ്റെ എല്ലാ ഫങ്ഷൻസും ആര് പെർഫോം ചെയ്യേണ്ടതുണ്ട്? വൈസ് പ്രസിഡൻറ്റ് പെർഫോം ചെയ്യേണ്ടതുണ്ട്. പ്രസിഡൻറ്റിൻ്റെ അഭാവത്തിൽ വൈസ് പ്രസിഡൻ്റാണ് പ്രസിഡൻറ്റിൻ്റെ എല്ലാ ഫങ്ഷൻസും നിർവഹിക്കേണ്ടത് അല്ലേ. പെർഫോംസ് ദ ഫങ്ഷൻസ് ഓഫ് ദി പ്രസിഡൻറ്റ് ഇൻ ഹിസ് ആബ്സെൻസ്. പിന്നെയോ അപ്പോൾ ആ കുറേ ഫങ്ഷൻസ് വന്നു അല്ലേ. പ്രസിഡൻറ്റിൻ്റെ എല്ലാ ഫങ്ഷൻസും പെർഫോം ചെയ്യാനുള്ള ഒരു അധികാരപരിധി ആർക്ക് കിട്ടുന്നുണ്ട്? വൈസ് പ്രസിഡൻറ്റിന് കിട്ടുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭാവത്തിലാണെന്ന് മാത്രം. ദെൻ പ്രിസൈഡ്സ് ഓവർ ദ സെഷൻസ് ഓഫ് രാജ്യസഭ. അതുപോലെ രാജ്യസഭ സമ്മേളിക്കുന്ന സമയങ്ങളിൽ ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ സ്ഥാനം ആരായിരിക്കും വഹിക്കുക? വൈസ് പ്രസിഡൻ്റാണ് വഹിക്കുക അല്ലേ. ലോക്സഭയുടെ സ്പീക്കറാണ് പ്രിസൈഡ് ചെയ്യണതെങ്കിൽ വൈസ് പ്രസിഡൻ്റാണ് രാജ്യസഭയിൽ ഓരോ സെഷൻസിലും പ്രിസൈഡ് ചെയ്യുന്നത്. രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് വൈസ് പ്രസിഡൻ്റ് ആയിരിക്കും. അപ്പം നമ്മളിപ്പോൾ ഇന്ന് 2 ടോപ്പിക്കാണ് മെയിനായിട്ട് എടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ 2 ടോപ്പിക്ക്? പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റുമാണ് എടുത്തത്. എന്നൂടെ പറയുകയാണെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ എലക്ഷനും അതുപോലെ തന്നെ പ്രസിഡൻറ്റിൻ്റെ ഫങ്ഷൻസും നമ്മൾ പറഞ്ഞു. അതുപോലെ വൈസ് പ്രസിഡൻറ്റ് എലക്ട് ചെയ്യുന്നതും അതുപോലെ വൈസ് പ്രസിഡൻറ്റിൻ്റെ ഫങ്ഷൻസും പറഞ്ഞു. ഈ 2 ടോപ്പിക്ക് മാത്രമേ നമ്മൾ ഇന്ന് എടുക്കുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴത്തേക്ക് നോട്ട്സ് എഴുതുക. എന്നിട്ട് പ്രസിഡൻറ്റിൻ്റെ ഫങ്ഷൻസും എഴുതുക, വൈസ് പ്രസിഡൻറ്റിൻ്റെ ഫങ്ഷൻസും നോട്ടിലേക്ക് നിങ്ങൾ എഴുതണം. എന്നിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരണം. അതുപോലെ പഠിക്കുകയും ചെയ്യണം. ഓക്കെ, അസ്സലാമു അലൈക്കും.